അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ വാക്കൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് പറഞ്ഞേ, പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും അന്തരം തുറന്നൊന്ന് പറഞ്ഞേ, പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആമേൻ, ഹല്ലേലൂയ. പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, ചലിക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ആദിയിൽ, ഞാൻ ഈ വാക്യം ഒന്നുകൂടി ഇങ്ങനെ ആവർത്തിച്ച് പറയും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ, അതിനെ ആസ്പദമാക്കി തന്നെ ഒരു വലിയ ദൈവശാസ്ത്രം തന്നെയുണ്ട്. എന്നാൽ ഈ രാത്രി നമ്മൾ അതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ രാത്രി നമ്മളൊന്ന് തിരിച്ചറിയണം. ഈ വാക്യത്തിൽ ആമേൻ, ഈ രാത്രി പരിശുദ്ധാത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത്? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഈ രാത്രി നമ്മോട് എന്താണ് പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുള്ളത്? ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് തട്ടിപ്പറ, പരിശുദ്ധാത്മാവ് സംസാരിക്കും. പരിശുദ്ധാത്മാവ് ഇടപെടും. ആമേൻ. യഥാർത്ഥ അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനിലേക്ക് പോകുമ്പോൾ അവിടെ പറയുന്നത് ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്നല്ല, ഭൂമി രൂപരഹിതവും ഉപയോഗശൂന്യമായിരുന്നു എന്നാണ്. ഹീബ്രുവിൽ ആ വാക്ക് തോഹു വാ ബോഹു എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം ഭൂമി ക്രമരഹിതവും ഉപയോഗശൂന്യമായിരുന്നു. എന്നാൽ ഈ രാത്രി നമ്മൾ തിരിച്ചറിയണം, ക്രമരഹിതമായും ഉപയോഗശൂന്യമായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കരമുയർത്തി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. ക്രമരഹിതമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. നീ ഉപയോഗശൂന്യമായിരിക്കാൻ ദൈവം എന്നെയും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഈ രാത്രി സ്വർഗം ആഗ്രഹിക്കുന്നു നാം ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്നും. ഹല്ലേലൂയ. ഈ രാത്രി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നീ ദൈവത്തിന്റെ കരത്തിൽ ഇണങ്ങിയ ആയുധമായി ആമേൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ഈ രാത്രി ദൈവം ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഇരുളെ എത്ര കുടിയിരുന്നാലും നിന്റെ മേൽ നടക്കുന്നത് ദൈവത്തിന്റെ പദ്ധതികൾ മാത്രമേ നടക്കൂ. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇരുൾ യുഗങ്ങൾ കുടിയിരുന്നാലും നിന്റെ മേൽ നടക്കുന്നത് ഇരുട്ടിന്റെ പദ്ധതികളല്ല, മറിച്ചു ദൈവത്തിന്റെ പദ്ധതികൾ. ഭൂമി ക്രമരഹിതമായി പോയി എന്ന ഇരുട്ടിന്റെ സ്വാധീനം ഭൂമിയുടെ മേൽ വന്നപ്പോ ഭൂമി ഉപയോഗശൂന്യമായി ക്രമരഹിതമായി മാറി. ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ ഒരുവന്റെ ജീവിതത്തിനകത്ത് അവനെ ക്രമം കെട്ടവനായി മാറ്റാൻ ശ്രമിക്കുമ്പോ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ ക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ.
നിന്നെ ഉപയോഗമുള്ളവനാക്കി മാറ്റാൻ ഈ രാത്രി ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ തലമുറകൾ നിന്റെ തലമുറകൾ ലോകത്തിൽ പിടിക്കപ്പെടുന്നവരല്ല, ഇരുട്ടിൽ പിടിക്കപ്പെടുന്നവരല്ല, മറിച്ച് അവർ പരിശുദ്ധാത്മാവിനാൽ വശീകരിക്കപ്പെടുന്നവരാകും. ഈ രാത്രി ഞാൻ ആത്മാവി വിളിച്ചു പറയുക, തലമുറകളെ ഓർത്തു വേദനപ്പെടുന്ന നിന്നോട് ഈ രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ തലമുറകൾ ലോകത്തിന്റെ കീഴിലല്ല, അവർ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെടൂ. അങ്ങനെ ഒരു തലമുറ എഴുന്നേറ്റ് വരികയോ. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ വശീകരിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു തലമുറ. ഈ രാത്രി പൈശാചിക പദ്ധതികൾ പൊളിയുക. ഈ രാത്രി ദൈവത്തിന്റെ പദ്ധതി ഇറങ്ങി വരിക. ഈ രാത്രി ചില കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. പാഴാക്കപ്പെടുന്ന അനുഭവങ്ങൾക്ക് ഈ രാത്രി ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആഗ്രഹിക്കുക. നിന്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നന്മ അനുഭവിക്കാൻ, ആമേൻ, നിന്റെ ജീവിതത്തിനകത്ത് നന്മ അനുഭവിക്കേണ്ട കാലം കഴിഞ്ഞുപോയി. എന്നാൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുക, നിന്നെ ഒന്ന് പുനർസൃഷ്ടിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. റീക്രിയേറ്റ് ചെയ്യാൻ പോകുക. ഒന്ന് പറഞ്ഞേ, അടുത്തിരിക്കുന്ന തട്ടിപ്പറ, നിന്നെ ദൈവം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവുക. ആമേൻ, ആമേൻ. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ദൈവം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവുക. തട്ടി തിരിച്ചു പറ, റീക്രിയേറ്റ് ചെയ്യാൻ പോവുക. ആമേൻ. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ അവൻ നിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പോവുക. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഭൂമിയുടെ മേൽ എന്ത് ചെയ്യുന്നു? ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മീതെ, അതിന് മുകളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നത്, ആമേൻ, ഈ രാത്രിയും ആവർത്തിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുന്നതിന്റെ അർത്ഥം എന്താണ്? നീ സാന്നിധ്യം അനുഭവിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? നിന്റെ കണ്ണ് നിറയുന്നതിന്റെ അർത്ഥം എന്താണ്? ആമേൻ. എന്തൊക്കെയോ റീക്രിയേറ്റ് ചെയ്യുക ദൈവം നിന്റെ അകത്ത്. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ ഒന്നുകൂടെ പറയാം, സാന്നിധ്യം അനുഭവിക്കുന്നത് വെറുതെ അല്ല. ആമേൻ. പ്രൈസ്. അടുത്തിരിക്കുന്ന തട്ടിപ്പറ, സാന്നിധ്യം അനുഭവിക്കുന്നത് വെറുതെ അല്ല. ഈ സാന്നിധ്യം ഒരുത്തൻ അനുഭവിക്കുന്നെങ്കിൽ അവന്റെ മേലേക്ക് ദൈവത്തിന്റെ പദ്ധതികൾ ഇറങ്ങി വരാൻ സമയമായതാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ കണ്ണ് നനയുക, കണ്ണ് നിറയുക എന്നൊക്കെ പറയുമ്പോ അത് സാന്നിധ്യം വരുമ്പോ അറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകും. ആമേൻ. ആൾക്കാർ വിചാരിക്കും എന്തിനാ കരയുന്നേ? ഇന്ന് ആമേൻ അഭിഷിക്തൻ പറഞ്ഞു എന്തിനാ കരയുന്നെന്നറിയത്തില്ല. ഈ പകൽ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ. ആമേൻ. പരിശുദ്ധാത്മാവ് ഭൂമിയുടെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. യഥാർത്ഥ അതിന്റെ ഒറിജിനിലേക്ക് പോകുമ്പോ ഒരു പക്ഷി എങ്ങനെയാണോ തൻ്റെ മുട്ടയുടെ മുകളിൽ അടയിരിക്കുന്നത്, അവിടെ പറയുന്ന യഥാർത്ഥ പരിഭാഷയിൽ ആമേൻ ഒരു പക്ഷി ചിറക് വിരിച്ച് ഇരിക്കുന്നത് പോലെ ആമേൻ ഭൂമിയെ ആമേൻ പരിശുദ്ധാത്മാവ് സംരക്ഷിച്ചു. ഈ രാത്രി ഞാൻ ആത്മാവ് വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവ് നിനക്ക് സംരക്ഷകനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അകത്തെ ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ആമേൻ തിരുവചനം പറയുന്നു, ഭൂമിയുടെ മേൽ അവൻ ചിറകു വിരിച്ചിരുന്ന് ഭൂമിയെ സംരക്ഷിച്ചു. ഈ രാത്രി ഞാൻ ഒരിക്കൽ കൂടി ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ അറിയാതെ ആമേൻ എത്രയോ പ്രാവശ്യം ആ സാന്നിധ്യം നിന്നെ പൊതിഞ്ഞു സൂക്ഷിച്ചിട്ടുണ്ട്. എത്രയോ തവണ ആ സാന്നിധ്യം നിന്നെ പൊതിഞ്ഞ്
ഈ പകലിൽ ഈ രാത്രി ഞാൻ ആവർത്തിക്കുന്ന എത്രയോ തവണ പരിശുദ്ധാത്മാവ് നിന്നെ പൊതിഞ്ഞ് 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 ഒരു പക്ഷി തന്റെ ചിറകൊണ്ട് തന്റെ മുട്ടയെ മറച്ചു വെക്കുന്നത് പോലെ അതിനുപരിയായി നിന്നെ എത്ര പ്രാവശ്യം പരിശുദ്ധാത്മാവ് ആമേൻ തന്റെ സാന്നിധ്യം കൊണ്ട് പൊതിഞ്ഞു. ഈ സാന്നിധ്യത്തെ ഭേദിച്ചിട്ട് ഒരു ശത്രുവിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ശേമരോ ലെമറ ഹദരബാല. ഹല്ലേലൂയ. ഭൂമിയെ സംരക്ഷിക്കുക. എന്താ? ആമീൻ. ഭൂമിയുടെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതാണ് കാര്യം. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ആ പദ്ധതികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ആദ്യമേ ഈ ഭൂമിയുടെ മേലേക്ക് വന്ന് പൊരുന്തയിരുന്നു. അഥവാ ആമേൻ അതിൻ്റെ മേൽ ഇങ്ങനെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആമേൻ. എന്താ ഭൂമിയുടെ അവസ്ഥ? എന്താണ്? പാഴാക്കപ്പെട്ട, ശൂന്യമാക്കപ്പെട്ട, ക്രമരഹിതമായ, ഉപയോഗശൂന്യമായ ഒരു അന്തരീക്ഷമായിരുന്നു ഭൂമിയുടെ അന്തരീക്ഷം. ഭൂമിയുടെ അന്തരീക്ഷം എന്താണ്? ആമേൻ. ഉപയോഗശൂന്യമായ ഒരു അന്തരീക്ഷം. ഈ രാത്രി വചനം കേൾക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ഇതുപോലത്തെ ഉപയോഗശൂന്യമായ അന്തരീക്ഷങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ആ അന്തരീക്ഷത്തെ ബ്രേക്ക് ചെയ്യാൻ ഈ രാത്രി പരിശുദ്ധാത്മാവിന് കഴിയും. നിന്റെ ജീവിതത്തിൽ അകത്ത് വല്ലാത്ത ഡ്രൈനസിന്റെ അന്തരീക്ഷമായിരിക്കാം. ആ അന്തരീക്ഷത്തെ പൊളിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഈ രാത്രി ഞാൻ ആത്മാവി വിളിച്ചു പറയാ, ഈ സാന്നിധ്യത്തോട് നീ ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയാൽ ഞാൻ പറയുന്നു നിന്റെ വരണ്ട അനുഭവങ്ങൾ മാറി. ആമേൻ. നീ ഒരു വലിയ നദിക്കകത്തേക്ക് വന്നു വീഴും. ഈ രാത്രി ഞാൻ പറയുന്നു, തിരുവചനം പറയുന്നു, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ആര് പറയുന്നു? വചനം പറഞ്ഞു, തിരുവെഴുത്ത് തിരുവെഴുത്ത് പറയുന്നത് പോലെ. തിരുവെഴുത്ത് എന്താ പറയുന്നത്? അന്ത്യകാലത്തു സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ആമേൻ. യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ആമേൻ ആമേൻ ആമേൻ. യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എന്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ്, വിശ്വസിക്കുന്നവന്റെ അകത്തുനിന്ന് ആമേൻ നദികൾ, നദിയല്ല നദികൾ, ആമേൻ നദികൾ ഒഴുകും ഒഴുകും ഒഴുകും. പറ, അടുത്തിരിക്കുന്ന ആളെ തട്ടിപ്പറ, നിന്റെ കുടുംബത്തിനകത്ത് ഇത് ഒഴുകും. നീ കാലുകുത്തുന്നിടത്ത് ഒഴുകും. നീ ചെന്ന് നിൽക്കുന്നിടത്ത് ഇത് ഒഴുകും. ഹോ ആമേൻ. യേശുവോട് പറഞ്ഞു, അത് അവർക്ക് ലഭിപ്പാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു. യേശു ഒന്ന് തേജസ്കരിക്കപ്പെടാഞ്ഞത് കൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തിരുവെഴുത്ത് പറയുന്നത് പോലെ. പറഞ്ഞ തിരുവെഴുത്ത് പറയുന്നത് പോലെ. എന്താണ് തിരുവെഴുത്ത് പറയുന്നത്? ഇത് മുമ്പുള്ള തിരുവെഴുത്തുകൾ പറയുന്നു, ആമേൻ, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമോ. റാമന ഹദരബദരബ. ആമേൻ. അന്ത്യകാലത്തേക്ക് നമ്മൾ മാധ്യമങ്ങളിൽ വാർത്തകൾ കാണുമ്പോൾ, പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ, നാം കാണുന്നതൊക്കെ കേൾക്കുന്നതൊക്കെ തകർച്ചകൾ. അപ്പോൾ നമ്മൾ പറയുന്നു അന്ത്യകാലമായി. അല്ല, അന്ത്യകാലത്തിന്റെ തെളിവ് ഈ തകർച്ചകളല്ല. അന്ത്യകാലത്തിന്റെ തെളിവ് തലമുറകൾ ദൈവ സാന്നിധ്യത്തെ വഹിക്കും. തലമുറകൾ വഴിതെറ്റി പോകുന്നതല്ല. അന്ത്യകാലത്തിന്റെ തെളിവ് തലമുറകൾ സാന്നിധ്യത്തെ വഹിക്കും. ഹല്ലേലൂയ. തലമുറകളെ നോക്കിയിട്ട് പറയണം, ഇവന്റെ മേലുള്ള തിരുവെഴുത്ത് നിവർത്തിയാകും. തിരുവെഴുത്തുകൾ പറഞ്ഞു, തിരുവെഴുത്ത് പറയുന്നത് പോലെ. എന്താ? യെഹെസ്കേൽ പറയുന്നു, ഒരു നദി പുറപ്പെടും. പറഞ്ഞ കരമുയർത്തി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. തിരുവെഴുത്തുകളിൽ പറയുന്നത് പോലെ. ആമേൻ.
ആമേൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കരം ഉയർത്തി കർത്താവിന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അപ്പൊ പരിശുദ്ധാത്മാവ് ഭൂമിയുടെ മേൽ വന്ന് പരിവർത്തിച്ചതിന്റെ കാര്യം ഈ അന്തരീക്ഷത്തെ ഒന്ന് തിരിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴുള്ള അന്തരീക്ഷം ആമേൻ ഒരു അത്ഭുതത്തിന്റെ അന്തരീക്ഷമല്ല. ഇപ്പോഴത്തെ അന്തരീക്ഷം തകർച്ചയുടെയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് എൻട്രി ചെയ്യുന്നതിന്റെ കാര്യം നിന്റെ ജീവിതത്തിന്റെ അന്തരീക്ഷത്തെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ആമേൻ. നമ്മൾ യേശുവിനെ രക്ഷിതാവായി കർത്താവായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന അതേ സെക്കൻഡിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ഹൃദയത്തിന്റെ അന്തരീക്ഷം മാറുന്നു. അതുവരെ ഉണ്ടായിരുന്നത് പോലല്ല. ആമേൻ. നമ്മുടെ ഇമോഷനുകൾ പോലും ചലിക്കുന്നത് അതുവരെ ഉള്ളതുപോലെയല്ല. ഒരു പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുന്നവന്റെ അടുത്ത ചലനങ്ങൾ അങ്ങനെയല്ല. അന്തരീക്ഷത്തെ തന്നെ ആമേൻ പരിശുദ്ധാത്മാവ് മാറ്റും. ആമേൻ. പല തരത്തിലുള്ള അന്തരീക്ഷങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പകലിൽ കേട്ടു. ആമേൻ. വരൾച്ചയുടെ അന്തരീക്ഷം, തകർച്ചകളുടെ അന്തരീക്ഷം, നിരാശകളുടെ അന്തരീക്ഷം. ആമേൻ. ഭൂമിയുടെ മേൽ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. കാര്യമെന്താ? ആ ആഴങ്ങളുടെ മീതെ ഇരുളുണ്ടായിരുന്നു എന്ന് വചനം പറയുമ്പോ ഈ ഭൂമിയിൽ അത് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഈ ഭാഗം പറയുമ്പോ ഈ ദിവസങ്ങളൊക്കെ ഞാൻ ഇത് ആവർത്തിച്ച് പറയുന്നു. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നത് നിന്റെ തകർച്ചയ്ക്കല്ല, നിന്നെ പുനഃസൃഷ്ടിക്കാനാണ്. അടുത്തിരിക്കുന്ന ആൾ തട്ടിപ്പറ, നിന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യും ഈ രാത്രി. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് അന്തരീക്ഷത്തെ മാറ്റി. എന്തിനാണെന്നറിയാം ഈ അന്തരീക്ഷത്തെ മാറ്റിയത്? ഒരു അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുക. ആമേൻ. സാന്നിധ്യം ചലിച്ചില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല. സാന്നിധ്യം ചലിച്ചാൽ ഒരു അന്തരീക്ഷം. ഞാൻ പറയുന്ന വ്യക്തിപരമായി പറയുന്നു. നിന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിനോട്, എൻ്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിനോട് ഞാൻ എപ്പോഴാണോ ആമേൻ അവനുമായിട്ട് ആമേൻ ഇടുകിച്ചേരുന്ന നിമിഷം മുതൽ എൻ്റെ വ്യക്തിപരമായി ജീവിതത്തിനകത്ത് അന്തരീക്ഷം ചേഞ്ച് ആകും. ഈ രാത്രി വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പരിശുദ്ധാത്മാവിനോട് ഒന്ന് സഹകരിച്ചാൽ നിന്റെ അന്തരീക്ഷം ചേഞ്ച് ആകും. ഹല്ലേലൂയ. നിന്റെ അന്തരീക്ഷം ചേഞ്ച് ആകും. നിന്റെ വരൾച്ച മാറും. ഹല്ലേലൂയ. ഈ വരൾച്ച എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഭൗതികമായ വരൾച്ച അറിയാം. വരൾച്ച വരുമ്പോ ഒന്നാമത് വിള്ളലുകൾ ഉണ്ടാകും, അല്ലേ? ഞാൻ അപ്പർ കുട്ടനാട് ആണ് എൻ്റെ താമസിക്കുന്നത്. അവിടെ പാടങ്ങളൊക്കെ ഉള്ളതാ. പക്ഷെ വരൾച്ച വരുമ്പോ വെള്ളം നിറഞ്ഞിരുന്ന പാടങ്ങൾ വിണ്ടുകീറാറുണ്ട്. എന്താ? വരൾച്ചയാ. അപ്പം വരൾച്ചയുടെ ഒന്നാമത്തെ തെളിവ് ബന്ധങ്ങൾ തകർക്കപ്പെടും. ഈ രാത്രി അത് നമുക്ക് സംസാരിക്കണ്ട. ഹല്ലേലൂയ. വരൾച്ച ഒരുവന്റെ ജീവിതത്തിൽ വരുമ്പോ അവന് വേണ്ടുന്ന വണ്ണം സ്പീഡ് ഉണ്ടാകത്തില്ല. പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ, പ്രതികരണത്തിൽ, ഇതൊക്കെ വരൾച്ചയുടെ സിഗ്നലുകളാ. വരൾച്ചയുടെ അടയാളം അവിടെ ഒരു സീഡ് കിളുക്കുന്ന അല്ലെങ്കിൽ പൊട്ടിക്കിളുക്കാൻ സാധ്യതയില്ല. അഥവാ കിളിർത്തു വന്നത് ഉണങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ടത് പലതും ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്
വരൾച്ചയുടെ അന്തരീക്ഷത്തിൽ തുടർന്നാൽ, ഈ രാത്രി ആത്മാവ് പറയുന്നു, നിന്നെ വിളിച്ചത് വരൾച്ചയ്ക്കകത്ത് തുടരാനല്ല, നിന്നെ വിളിച്ചത് ഒരു നദിക്കകത്തേക്കാണ്. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാ, നിന്നെ വിളിച്ചത് ആമേൻ ജീവജലത്തിന്റെ നദിക്കകത്തേക്കാണ്. യേശു ആമേ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും. എവിടെയാ? യേശു പറഞ്ഞു, എന്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദാഹിക്കുന്നവൻ നിൽക്കേണ്ടത് കർത്താവിന്റെ അടുത്താണ് നിൽക്കേണ്ടത്. ഹല്ലേലൂയ. പറഞ്ഞ ദാഹമുള്ളവൻ കർത്താവിനോട് ചേർന്ന് നിൽക്കും, അവനെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ദാഹിക്കുന്ന ഏവനും എന്റെ അടുത്ത് വന്ന് പറഞ്ഞേ കുടിക്കട്ടെ. ദാഹിക്കുന്ന ഏവനും എന്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. ആമേൻ. ഈ പെരുന്നാളിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ പെരുന്നാളിൽ ഇവര് ആമേൻ ഒരു സ്വർണ്ണ കുടത്തിനകത്ത് വെള്ളം കോരിക്കൊണ്ടുവന്ന് ആലയത്തിനകത്ത് കൊണ്ടൊഴിക്കും. എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ ആലയത്തിൽ നിന്ന് പുറകോട്ട് ഒഴുകിപ്പോകുമ്പോൾ അവരിങ്ങനെ പറയും, ഇതുപോലെ ഞങ്ങളുടെ നിത്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ആമേൻ. ഒരു നദി ആലയത്തിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുമെന്ന് അവർ വിശ്വസിച്ചു. യേശു പറഞ്ഞു, ദാഹിക്കുന്നവന്റെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും, ദാഹമുള്ള വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് അത് സംഭവിക്കും. കരമുയർത്തി കർത്താവിൽ നിന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ ഭൂമി പാഴും ശൂന്യമാക്കപ്പെട്ടു, അഥവാ ക്രമരഹിതവും ഉപയോഗശൂന്യമായിരുന്നു. പറഞ്ഞേ, ക്രമരഹിതവും ഉപയോഗശൂന്യം. ഇങ്ങനെ ഇരിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞേ, ഇങ്ങനെ ഇരിക്കാൻ. അടുത്തിരിക്കുന്ന തട്ടി പറ, ഇങ്ങനെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കും. നാം എല്ലാവരും ഉപയോഗിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ദൈവത്താൽ അതിശക്തമായി ഉപയോഗിക്കപ്പെടണം ദൈവം എന്നെയും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. ഭൂമി ദൈവത്തിന്റെ പദ്ധതി കൊണ്ട് നിറയാൻ ദൈവം ആഗ്രഹിച്ചു. ആമേൻ. ഭൂമി വരണ്ട് കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇത് ആവർത്തിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഒരാളെ ഹേമിക്കുമ്പോൾ അഥവാ നിയോഗങ്ങൾ വരുമ്പോൾ ആ നിയോഗത്തോട് ആമേൻ പ്രതികരിക്കണം. ആമേൻ. ഒരുപക്ഷെ പ്രാർത്ഥിപ്പാൻ നിയോഗമായിരിക്കാം, വേറൊന്നും നോക്കരുത്, പ്രാർത്ഥിക്കാൻ നീ കയറണം. ഒരുപക്ഷെ ഉപവസിക്കാൻ അകത്തൊരു പ്രേരണയായിരിക്കാം, അത് നീ ഉപവാസത്തിന് വേണ്ടി വേർതിരിക്കണം. ഒരുപക്ഷെ ആമേൻ പ്രൈസ് ദി ലോർഡ്, ആമേൻ, നീ ദൈവസന്നിധിയിൽ ആരാധിക്കാനായിരിക്കും. എന്താണോ നിയോഗം നിന്റെ മേൽ വരുന്നത് അതുപോലെ നീ ചെയ്തോണം. ഈ രാത്രി ഞാൻ പറയുന്നു, അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരുത്തനെ ഹേമിപ്പിക്കുന്നുവെങ്കിൽ അതിനകത്ത് റിസൾട്ടുകൾ ഉണ്ടായി വരും. ഒരുപക്ഷെ ലോകത്തിനതും കണ്ട മനസ്സിലാകത്തില്ല, പക്ഷേ ദൈവം പറയും വചനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അത് അങ്ങനെ തന്നെ എന്ന് പ്രൂവ് ചെയ്തിരിക്കും. ആമേൻ. പറഞ്ഞ നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ പറ. ആമേൻ. പറഞ്ഞ അടുത്തിരിക്കുന്ന ആളെ തട്ടി ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്ത് നോക്കി പറ, നിയോഗം ഏറ്റെടുക്കണം. ചില പറയാറുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ നിയോഗമില്ല. അങ്ങനത്തെ നിയോഗങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആമേൻ. ഞാൻ പറയുന്നത് ദൈവത്തിൽ നിന്ന് നിയോഗങ്ങളെ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിയോഗം എന്താണെന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ആമേൻ. ഓരോ ദിവസത്തിനും ദൈവിക നിയോഗങ്ങളുണ്ട്. ആമേൻ. യേശു കർത്താവ് ആമേൻ ഓരോ ദിവസത്തെ നിയോഗങ്ങളെ ഏറ്റെടുത്തോണ്ടാണ് യേശു കർത്താവ് ആമേൻ ഇറങ്ങിത്തിരിച്ചത്. ആമേൻ. രാത്രിയിൽ പിതാവുമായി സംസാരിച്ച് നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവൻ ആമേൻ മുന്നോട്ട് ഓരോ സ്റ്റെപ്പും എടുത്തു വെച്ചു. അതുകൊണ്ടാണ് ആമേൻ കഴിഞ്ഞ രാത്രി പ്രാർത്ഥനാ മുറിയിൽ കേൾക്കാത്ത ഒരു വിഷയം തന്റെ മുന്നിൽ വന്നപ്പോൾ യേശു പറഞ്ഞു, ആമേൻ പ്രൈസ് ദി ലോർഡ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ഇത് ഞാൻ ആമേൻ നിന്നെ കുറിച്ച് എന്റെ പിതാവ് എന്നോട് പറഞ്ഞില്ല.
ആമേൻ. അതിന്റെ അർത്ഥം എന്താണ്? വചനം പറയുന്നു, യേശു പറയുന്നു, ആമേൻ, പ്രൈസ്. യേശു പറഞ്ഞു, ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ ആമേൻ ജാതികളുടെ അടുത്തേക്കല്ല പറഞ്ഞത്, ഇസ്രായേലി കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കാണ് ഞാൻ വന്നത്. എന്റെ മേൽ കിടക്കുന്ന ദൗത്യം, ആമേൻ, ഇസ്രായേലി കാണാതെ പോയ ആടുകളുണ്ട്, അവരെ തിരഞ്ഞെടുക്കണം എന്ന് ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോ, പിതാവുമായി സംസാരിക്കുമ്പോ, പിതാവ് ഈ വിഷയം യേശുവിനോട് പറഞ്ഞില്ല. അതല്ലേ അതിന്റെ അർത്ഥം? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. അന്തരീക്ഷത്തെ തിരിക്കാൻ അറിയാവുന്നവൾ അവൾ പറഞ്ഞു, ഇപ്പം ഒരന്തരീക്ഷമില്ല, പക്ഷെ ഈ അന്തരീക്ഷത്തെ തിരിക്കുന്ന ഒന്ന് എന്റെ അകത്തുണ്ട്. അതെന്റെ അകത്ത് വീണ ഫെയ്ത്ത് ആണ്. ഈ രാത്രി ഞാൻ പറയൂ, നിന്റെ അകത്തെ ഫെയ്ത്ത് കൊണ്ട് നിന്റെ കുടുംബത്തെ, അന്തരീക്ഷത്തെ തിരിക്കാൻ കഴിയും. ഒരു നന്മയ്ക്കും വഴിയില്ലായിരിക്കാം നിന്റെ കുടുംബത്തിനകത്ത്, ഒരു വിടുതലിനും സാധ്യതയില്ലായിരിക്കാം, പക്ഷേ നിന്റെ അകത്ത് വീണ ഫെയ്ത്ത്, അതുകൊണ്ട് ആ അന്തരീക്ഷത്തെ തിരിക്കാം. ഞാനായിരുന്ന പറഞ്ഞാന് ഇനി ഈ പാസ്സുമായിട്ടുള്ള ഒരു ബന്ധമില്ല, ഇന്നുകൊണ്ട് തീർത്ത്, ഇനി ഈ വഴിക്ക് ഞാനില്ല. പക്ഷെ അവൾ പറഞ്ഞു, എൻ്റെ അകത്തൊന്ന് ചലിക്കുന്നുണ്ട്, എൻ്റെ അകത്ത് ഇങ്ങനെ തിളച്ചു വരുന്നുണ്ട്, ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ചെല്ലൊക്കെ കണ്ടാൽ അറിയാം, ഇങ്ങനെ തിളച്ചു വരും കേട്ടോ. അവരോടൊരു ദൂത് പറയാതെ പോകാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. അവിടെ അകത്ത് അത് റിസീവ് ചെയ്യുന്ന ഒരു തലം ഇങ്ങനെ തിളച്ചു കൊണ്ടിരിക്കും. ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അങ്ങനത്തെ ഒരു ആത്മീയ അന്തരീക്ഷം നിന്റെ അകത്തുണ്ടാക്കണം. അങ്ങനൊരു അന്തരീക്ഷം ഉണ്ടാക്കും. ഞാൻ വിളിച്ചു പറയുന്നു, നീ രാവിലെ കതക് തുറക്കുമ്പോ ആ കതകിന്റെ മുന്നിൽ നിൽക്കും പ്രവാചകൻ നിന്നോട് ദൂത് പറയാൻ. ഒരുപക്ഷെ നിനക്ക് ദൂത് കേൾക്കണം നിർബന്ധമാണെങ്കിൽ, ആമേൻ, പ്രവാചകനെ നിന്റെ വീട്ടിൽ കൊണ്ട് കയറ്റും ദൈവം. ആമേൻ. ഞാനീ പറയുന്ന വേറൊന്നും അല്ല, വേറെ രീതി ചിന്തിക്കുക ചെയ്യില്ലേ. ആമേൻ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അത് മറ്റ് തലമൊന്നും അല്ല പറയുന്നത്. ആമേൻ. ഇങ്ങനെ ബബ്ലി എന്താ ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് അല്ലേ? ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി വരണം. പ്രൈസ്. നിങ്ങൾ ബലൂണ് വെള്ളം നിറച്ചിട്ട്, അല്ല ബലൂണ് വീർപ്പിച്ചിട്ട് വെള്ളത്തിൽ വെച്ച് തുറന്നു വിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുത്തുവിട്ട അത് എത്ര തടഞ്ഞു വെച്ചാലും അതിന് പുറത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ നിന്റെ അകത്തൊന്ന് വിശ്വാസം ഇങ്ങനെ തിളച്ചു വരണം. എന്ന് പറഞ്ഞാൽ തിളയ്ക്കണം, ഇങ്ങനെ പൊങ്ങി വരണം. ആമേൻ, ആമേൻ. കെടുത്തു കളയുന്ന വാക്കുകൾ ഉണ്ടാകും, പക്ഷേ അത് കേട്ടിട്ട് നീ അടങ്ങിയിരിക്കണം, ഇങ്ങനെ പൊങ്ങി വരണം. നിന്നെ കെടുത്തുന്ന അന്തരീക്ഷങ്ങൾ ഉണ്ടാകാം, പക്ഷേ നിന്റെ മേൽ അതിനെ തിരിക്കാനുള്ള ഒന്നുണ്ട്. ഇന്നലെ രാത്രി യേശു സംസാരിക്കുമ്പോ, പിതാവുമായി സംസാരിക്കുമ്പോ ഈ വിഷയമേ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. അവൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞും മകൾ, അവൾക്കൊരു വിടുതൽ വേണം. യേശു പറഞ്ഞു, നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. പ്രൈസ്. അവൾ പറയുന്നു, മേശപ്പുറത്തുനിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കഴിച്ച് നായ്ക്കുട്ടികൾ ജീവിക്കുന്നല്ലോ. ഓ പ്രൈസ്. അവളൊരു വെളിപ്പാടാ പറഞ്ഞത്, ഞാൻ പറയുന്നില്ല. അവളൊരു വെളിപ്പാട് പറയുക. ശരിയാ, നീ മേശപ്പുറത്തിരിക്കുന്ന അപ്പം തന്നെയാ നിന്റെ മക്കൾ. ആമേൻ, ആമേൻ. നീ മേശപ്പുറത്തുനിന്ന് വലിച്ചെറിയും, നീ താഴെ വീണ് തകർക്കപ്പെടും. അത് ഞങ്ങൾ ജാതികൾക്ക് രക്ഷയാകും. പ്രൈസ്. യേശു പറഞ്ഞു, ആമേൻ, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല.
അന്തരീക്ഷത്തെ അവൾ തിരിച്ചു. എന്താ? അവിടെ അകത്തെ വിശ്വാസം, അവിടെ അകത്ത് വെളിപ്പെട്ട വെളിപ്പാടും കൊണ്ട് അവക്ക് വേണ്ട ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കി. അതുവരെ ഉണ്ടായിരുന്ന സകല സമ്പ്രദായങ്ങളെ അവൾ പൊളിച്ചു കളഞ്ഞു. അടുത്തിരിക്കുന്ന തട്ടിപ്പറ, എൻ്റെ നിങ്ങളുടെ അകത്തുള്ള ഫെയ്ത്ത് നമ്മുടെ പിതാവിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ പേര് ജോയി, ഈ ജോയിയുടെ ഫെയ്ത്ത് അല്ല എൻ്റെ മേലുള്ളത്. ആണോ? നിങ്ങളുടെ അകത്ത് ആരുടെ ഫെയ്ത്താ? ദൈവത്തിന്റെ അതേ വിശ്വാസം എന്ന് പറഞ്ഞ അത് പകുത്തു നൽകിയിരിക്കുന്നു എന്നാ പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ അതേ വിശ്വാസം. അപ്പം ചിലർ പറയാം എനിക്ക് വിശ്വാസം ഇല്ലെന്ന് പറയുന്നത് എന്താ? ചിലർ പറയാം വിശ്വാസം ഇല്ലെന്ന് പറയും. ഉണ്ട്, നിനക്ക് ദൈവത്തിന്റെ അതേ വിശ്വാസമുണ്ട്. അവനത് പകുത്തു നിന്റെ കരത്തിൽ തന്നിരിക്കുക. ബബിൾ ചെയ്യുന്നില്ല, ഇത് തിളയ്ക്കുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ തിള വരണമെങ്കിൽ ചൂട് വേണം അല്ലേ? നീ എന്തോ കത്തി തുടങ്ങി നിന്റെ അകത്ത വിശ്വാസം കണ്ടേക്ക്. അതുകൊണ്ട് പൗലോസ് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും നടന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ കൊണ്ടല്ല. ഗലാത്യയിൽ പറയുന്നു ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ കൊണ്ടല്ല, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടത് കൊണ്ടാ. അത് പറഞ്ഞാൽ ആമേൻ ചതഞ്ഞ് എന്ന് പറഞ്ഞ മെസ്സേജ് കേട്ടിട്ടല്ല നിന്റെ അകത്ത് ആമേൻ വിശ്വാസം ഉണ്ടാകുന്നത്. പൗലോസ് പറഞ്ഞു എന്റെ അകത്ത് ചലിച്ചത്. പൗലോസ് പറഞ്ഞു നിങ്ങൾ ആമേൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്ത് ന്യായപ്രമാണത്തിന്റെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടല്ല, ആചാരങ്ങൾ കൊണ്ടല്ല, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടു. ഈ പകൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, കേൾക്കുന്നെങ്കിൽ വിശ്വാസമുള്ള വാക്കുകൾ കേൾക്കണം. ആമേൻ ആമേൻ പറയുന്നെങ്കിൽ വിശ്വാസത്തിന്റെ വാക്കുകൾക്ക് പറയണം. ആമേൻ. ഇവിടെ അന്തരീക്ഷത്തെ തിരിച്ചു. പറഞ്ഞ അന്തരീക്ഷത്തെ തിരിച്ചു. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ അന്തരീക്ഷത്തെ തിരിക്കാൻ എന്തൊക്കെ പാടുപെടുകയാ. സ്വർഗത്തിന്റെ അന്തരീക്ഷത്തെ അവൾ നിൽക്കുന്നിടത്ത് കൊണ്ടുവന്നു. ഒരു അത്ഭുത അന്തരീക്ഷം കൊണ്ടുവന്നു അവള്. ആമേൻ. കഴിഞ്ഞ രാത്രിയിലെ ലിസ്റ്റിൽ ഇവിടെ പേരില്ല, പക്ഷേ പറഞ്ഞു തീർന്നു. അതേ സെക്കൻഡിൽ ലിസ്റ്റ് അടുത്ത വന്നു. ആമേ. ഈ ജാതിയായ സ്ത്രീയുടെ പേര് ആ ലിസ്റ്റിൽ വന്നു. യേശു നോക്കിയപ്പോ ഇതിന്റെ മുകളിൽ ഇവിടെ പേര് കിടക്കുക. നിന്റെ പല ലിസ്റ്റിലും നിന്റെ പേര് വെട്ടിയായിക്കാം, പക്ഷെ നിന്റെ വിശ്വാസം ഉണ്ടോ? വെട്ടിയെടുത്ത് നിന്റെ പേര് എഴുതച്ചേക്കും. ഇന്ന് പകൽ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അതിൽ ഓർത്ത് നീ ഭാരപ്പെടണ്ട. നിന്റെ അകത്തെ വിശ്വാസം മതി. കരമുയർത്തി കർത്താവ് എന്ന് പറഞ്ഞാൽ ആമേൻ. പറഞ്ഞേ ഇങ്ങനെ തിളച്ചു വരണമെന്ന് പറഞ്ഞേ ഒന്ന് ചലിക്കണമെന്ന് പറ. ഒന്ന് നീ വിശ്വാസത്തിന്റെ ആക്ഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്, എന്തെങ്കിലും ഒന്ന് പറയണമെന്ന്, എന്തെങ്കിലും ഒരു വിശ്വാസത്തിന്റെ വാക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴെങ്കിലും ഒന്ന് പറയണേ. അങ്ങനെ പറഞ്ഞാൽ അത് സൃഷ്ടിക്കപ്പെടുമെന്ന്. എന്താ പറയുന്നത് അതേ സൃഷ്ടിക്കപ്പെടത്തുള്ളൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവ് ആമേൻ ആമേൻ വെള്ളത്തിന്റെ മീതെ ഇങ്ങനെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കി. എന്താ? അത്ഭുതത്തിൻ്റെ ഒരു അന്തരീക്ഷം പരിശുദ്ധാത്മാവെന്ന് ക്രിയേറ്റ് ചെയ്തു. ആമേൻ. അടയാളത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി. ആമേൻ. സൃഷ്ടിപ്പിൻ്റെ ഒരു അന്തരീക്ഷം പരിശുദ്ധാത്മാവ് ഉണ്ടാക്കി. ഇങ്ങനെ ഉണ്ടാക്കി അന്തരീക്ഷം വെളിപ്പെട്ട് വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം പുറപ്പെട്ടു വന്നു, ഉണ്ടാകട്ടെ. ഈ വാക്തത്വം നടക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന തട്ടിപ്പുറ വാക്തത്വം നടക്കണമെങ്കിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. ഹല്ലേലൂയ. പറഞ്ഞേ വാക്തത്വം നടക്കണമെങ്കിൽ അന്തരീക്ഷം ഉണ്ടാകണം. ആമേൻ. മറിയോടൊരു ദൂത് കേട്ടു. ആമേൻ. മറിയ ഒരു ദൂത് കേൾക്കുക. ശബ്ദം വിരളമായിരുന്ന കാലഘട്ടത്തിൽ, ഇരുണ്ട കാലഘട്ടമെന്ന് പറയാൻ കഴിയുന്ന ആമേൻ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദൈവശബ്ദം വിരളമായിരുന്ന കാലഘട്ടത്തിൽ ആമേൻ അവൾ ഒരു ദൈവശബ്ദം കേൾക്കുന്നു. ഒരു
ആമേൻ, പ്രൈസ്, ഒരു ദൂതന്റെ ഇടപെടൽ അവിടെ ജീവിതത്തിൽ ഉണ്ടാക്കിയാണ്. അവൾ കേട്ട ദൂതിന് ആമീൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? കേട്ട ദൂതിന് ആമീൻ പറയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ആമീൻ ഒന്ന് പറഞ്ഞേ, ആമേൻ. അവൾ കേട്ട ദൂതിന് ആമീൻ പറയുകയാണ്. നമ്മളിവിടെ വന്ന് ചെയറിലിരുന്ന് ദൂത് കേട്ടപ്പോൾ ആമീൻ പറഞ്ഞതുപോലെ ഒരു അന്തരീക്ഷമല്ല ആ കാലഘട്ടത്തിൽ ആമീൻ ഉണ്ടായിരുന്നത്. ആ ദൂതിന് ആമീൻ പറയാൻ അവൾക്ക് കഴിയുന്നതല്ല എന്ന് പറഞ്ഞാൽ അത്തരത്തിലെ സാമൂഹിക അന്തരീക്ഷമുള്ളപ്പോൾ ഇവൾ ആമീൻ ആ ദൂതിന് ആമീൻ പറഞ്ഞു. എന്നിട്ട് ഇവിടെ അകത്തൊരു സംശയം വരികയാണ്. അവൾ ചോദിക്കുകയാണ്, ഞാൻ പുരുഷനെ അറിയാൻ ഇത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും? ആമേൻ. പുരുഷനെ അറിയാൻ ഇത് എങ്ങനെ സംഭവിക്കും? ആമേൻ. വചനം പറയുന്നു, ആമേൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഓ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമങ്ങൾ വരെ തിരുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വരെ പരിശുദ്ധാത്മാവിന് തിരുത്താൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ മറിയ, ആമേൻ, അബ്രഹാം ശരീരം ആമേൻ തൻ്റെ വാഗ്ദത്തത്തിന് ആമേൻ തൻ്റെ ശരീരം നിർജീവമായിരുന്നു. സാറ പറഞ്ഞു, ആമേൻ, പ്രൈസ് ദി ലോർഡ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്നണ്ണി. എന്തേ? ആമേൻ. അങ്ങനെയാണ് എബ്രായ ലേഖനം പറയുന്നു, ആമേൻ, സാറയും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. എങ്ങനെയാണ് ശക്തി പ്രാപിച്ചത്? അവിടെ ശരീരം അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഇനിയൊരു കുഞ്ഞിനെ വഹിക്കാൻ നിന്റെ ആമേൻ ഉദരത്തിന് കഴിയത്തില്ല എന്ന് അവിടെ ശരീരം അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു ആമേൻ കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവിടെ ശരീരത്തിന് ഇല്ലായിരുന്നു എന്ന് പറയാം. കരമുയർത്തി കത്താൻ നന്ദി പറഞ്ഞാട്ടെ. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇവിടെ ശരീരത്തിന്റെ ആമേൻ നിർജീവത്വം, ഈ നിർജീവത്വത്തെ അല്ലെങ്കിൽ ആമേൻ ഈ ജീവനില്ലാത്ത അനുഭവത്തെ ഇവൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? എങ്ങനെയാണോ അവൾ ആമേൻ വചനം പറയുന്നു, ആമേൻ, ആ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്നെണ്ണി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ അതിങ്ങനെ വാഗൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അടുത്ത വർഷം എനിക്കൊരു തലമുറയുണ്ടാകും. ഹല്ലേലൂയ. എന്താണ് ഇതിന്റെ അർത്ഥം? അവിടെ ശരീരം പറഞ്ഞു ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞപ്പോ അവൾ അവിടെ അതരം തുറന്നു പറഞ്ഞു, ആമേൻ, എനിക്കൊരു തലമുറയുണ്ടാകും എന്നുള്ള വാഗ്ദത്തത്തെ റിപ്പീറ്റ് ചെയ്ത് അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആമേൻ. നീ ഇങ്ങനെ ആവർത്തിച്ച് നിന്റെ വാഗ്ദത്തത്തെ നീ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നോട് ഒരിക്കൽ ഒരു സഹോദരി ചോദിച്ചു, പാസ്റ്ററെ എത്ര കാലം പറയണം? ഞങ്ങൾ പറയുന്നുണ്ട് പാസ്റ്ററെ, വാഗ്ദത്തം കാണുന്നില്ല. ഞാൻ പറയുന്നത് വചനം പറയുന്നു, കാണുന്നത് വരെ പറയണം. അതിന് ഒരു പീരീഡ് ഒന്നുമില്ല. എപ്പം വരെ പറയണം? വിശ്വാസം എത്ര കാലം പറയണം? കാണുന്നവരെ പറയണം. എന്താ അതിന്റെ അർത്ഥം? വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. അപ്പൊ അതിന്റെ ഉറപ്പാ ആ നിശ്ചയം. നീ ആ വിശ്വാസം എന്തിനെയാണോ നീ വിശ്വസിച്ചിരിക്കുന്നത് അത് നിന്റെ കണ്ണിൽ കാണുന്നത് വരെ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ സംസാരിക്കുന്നു. വിശ്വസിക്കുന്നത് ഞങ്ങൾ സംസാരിക്കുന്നു. വിശ്വസിക്കുന്നത് സംസാരിക്കണം. ആമേൻ. അങ്ങനെ സംസാരിച്ച സൃഷ്ടിപ്പുകൾ ഉണ്ടാകും. ആമേൻ. കരമുയർത്തി കർത്താൻ നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. സൃഷ്ടിപ്പുകൾ സൃഷ്ടിപ്പുകൾ. പരിശുദ്ധാത്മാവ് വരുന്നത് സൃഷ്ടിപ്പിന്റെ അന്തരീക്ഷത്തെ ഉണ്ടാക്കിയ ഈ അന്തരീക്ഷം ഇങ്ങനെ ഉണ്ടാക്കും. സൃഷ്ടിപ്പിന്റെ അന്തരീക്ഷം. ഹല്ലേലൂയ. ഈ അന്തരീക്ഷം വെളിപ്പെട്ടാൽ വചനം പുറപ്പെട്ടു വരും. ആമേൻ. ഇതുവരെ അന്തരീക്ഷമില്ല, വചനം ഇങ്ങനെ കടന്ന് കറങ്ങുക എന്ന് പറഞ്ഞാൽ വചനത്തിന് തിരിച്ചു പോകാൻ പറ്റത്തില്ല. എന്താ കാര്യം? വചനത്തിൽ തിരികെ പോകാൻ പറ്റത്തില്ല. കാര്യം എന്താ? അയക്കപ്പെട്ട വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതെ
മടങ്ങിപ്പോകത്തില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി പുറപ്പെട്ട വചനമുണ്ടല്ലോ, ആ പ്രോമിസ്, അതിങ്ങനെ കറങ്ങ് എന്താ, നീ ഈ അന്തരീക്ഷത്തിലേക്കൊന്ന് കേറിയാൽ ഈ വചനത്തിന് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അടുത്തിരിക്കും ഞാൻ തട്ടിപ്പറ, തിരിച്ചു പോകാൻ പറ്റത്തില്ല. അടുത്തിരിക്കും തട്ടിപ്പറ, തിരിച്ചു പോകാൻ പറ്റത്തില്ല. നിന്റെ വാക്തത്വത്തിന് തിരിച്ചു പോകാൻ പറ്റത്തില്ല. നിന്റെ വാക്തത്വത്തിന് നിന്നെ പാതി വഴി കിട്ടച്ച് നിന്റെ വാക്തത്വത്തിന് മടങ്ങി പോകാൻ കഴിയത്തില്ല. ഈ രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയാം, കുഞ്ഞെ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒന്ന് കേറി നിൽക്ക്. വചനത്തിന്റെ നിവർത്തീകരണം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. വചനത്തിന്റെ നിവർത്തീകരണം നിന്നിൽ വെളിപ്പെടട്ടെ. നീ പരിശുദ്ധാത്മാവിനോടൊന്ന് വിധേയപ്പെട്ട്, നീ പരിശുദ്ധാത്മാവിൽ ഒന്ന് വിധേയപ്പെട്ട്, ആമേൻ. ഈ വാഗ്ദത്തം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വാഗ്ദത്തം നടക്കണം, പരിശുദ്ധാത്മാവിനോട് കൂടെ നടന്നാൽ മാത്രമേ വാഗ്ദത്തം നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വാഗ്ദത്തം നടക്കത്തില്ല. വാഗ്ദത്തത്തിന് ആമേൻ നടക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവോട് ചേർന്നിരിക്കണം. ആമേൻ. ഈ അന്തരീക്ഷമൊക്കെ പോകണം. നമ്മുടെ അകത്തെ വരൾച്ചയുടെ അന്തരീക്ഷങ്ങൾ പോകണം. അകത്തുനിന്ന് ഒരു ഉറവ പൊട്ടി പുറപ്പെടണം. ആമേൻ. പ്രൈസ്. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. ആമേൻ. വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എത്രയോ പ്രാവശ്യം നമ്മളെ ഇട്ടേച്ച് പോകാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? പക്ഷെ അങ്ങനെ ഇട്ടേച്ച് പോകാൻ പരിശുദ്ധാത്മാവിന് കഴിയത്തില്ല. അവൻ പുറപ്പെട്ട് വന്നത് തന്നെ നിന്റെ അന്തരീക്ഷത്തെ മാറ്റി നിന്നെ ആമേൻ പ്രൈസിൽ അങ്ങ് എത്തിക്കേണ്ട ഉത്തരവാദിത്വം അവനുണ്ട്. അങ്ങ് എത്തിക്കേണ്ട ഉത്തരവാദിത്വം അവനാ. ആമേൻ. ഈ കല്യാണത്തിന് മേക്കപ്പ് ഒക്കെ ചെയ്തില്ലേ എന്ന് പറഞ്ഞാലോട്ട് നിന്നെ സുന്ദരനാക്കി നിർത്തേണ്ട കാര്യം പരിശുദ്ധാത്മാവിന്റെ ഉത്തരവാദിത്വം. ആമേൻ. നിന്നെ മേക്കപ്പ് ചെയ്ത് നിനക്ക് എന്താ വേണ്ട അതെല്ലാം ചെയ്ത് നിന്നെ സുന്ദരനാക്കി നിർത്തുന്ന പരിശുദ്ധാത്മാവാ. അപ്പൊ അവനോടൊന്ന് ചേർന്ന് നിന്നാ മതിയെന്നേ. അവൻ പറയുന്നതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെന്ന്. നീ പറയാ അല്ല ഇങ്ങനെ മുടിയിടണമെന്ന് പറയരുത്. പ്രൈസല്ലോ. അവൻ പറയുന്ന പോലെ അങ്ങ് ഇട്ടോ. പ്രൈസ്. അവന് നിന്നെ മറ്റുള്ളവർ മുന്നിൽ നീ ഏറ്റവും മനോഹരമായി നിന്നെ നിർത്തേണ്ട ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിനാണ്. ഈ രാത്രി ഞാൻ പറയാ, നീ ആരോട് കൂട്ടുകൂടുന്നതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിനോട് നീ കൂട്ടുകൂടിയ അവൻ നിന്നെ പാതി വഴിക്ക് ഉപേക്ഷിക്കത്തില്ല, അഥവാ നിന്നെ കൈവിടത്തില്ല. നിന്നെ പൂർണ്ണതയോട് നിന്നെ ബലമുള്ളവനാക്കി നിന്നെ സുന്ദരനാക്കി. ആമേൻ. പ്രൈസ്. മണവാളൻ വരുമ്പോ നിന്നെ ഒരുക്കി നിർത്തേണ്ട ഉത്തരവാദിത്വം അത് പരിശുദ്ധാത്മാവിന്റെയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ മണവാളൻ വരുമ്പോ അല്ലേ അടുക്കളയിൽ നിന്ന് അതേ നൈറ്റ് ഇട്ടുകൊണ്ട് ചെല്ലാനല്ല. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? നമ്മെ സുന്ദരരാക്കി പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവിന്റെ ആ ഉത്തരവാദിത്വം. നിങ്ങൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നത് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. വലിയ വലിയ ഹീബ്രുവിലെ അർത്ഥമൊക്കെ എടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ തലമണ്ട ഇങ്ങനെ കറങ്ങും. ഹല്ലേലൂയ. ഒന്ന് സഹകരിക്കാൻ പറ. ആമേൻ. അടുത്തിരിക്കുന്ന തട്ടിയെന്ന് പറയാം. നിങ്ങളൊന്ന് സഹകരിക്കേ. നിങ്ങളൊന്ന് മെച്ചപ്പെടുത്താനാണ്, നിങ്ങളെ തികവുള്ളവരാക്കാനാണ് പരിശുദ്ധാത്മാവ് വന്നത്. ആമേൻ. നമ്മെ ഒന്ന് ക്യൂട്ടാക്കാനാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മെ കണ്ടാൽ യേശുവിനെ പോലെ അങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. നിന്നെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുക. എങ്ങനെയാണെന്നറിയാം? യേശുവിനെ പോലെ അല്ലേ? ചിലര് ഈ പറയും എങ്ങനെ നടക്കണമെന്ന് വരെ അവർ പറഞ്ഞു കൊടുക്കാറുണ്ട്.
നിങ്ങൾ പോയി ചെയറിൽ എങ്ങനെ ഇരിക്കണമെന്ന് വരെ അവർ പറഞ്ഞു കൊടുക്കും. എപ്പോഴും നിങ്ങൾ എഴുന്നേറ്റ് വരണം, എന്നിട്ട് എങ്ങനെ നിൽക്കണമെന്ന് വരെ പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ അല്ലേ സിസ്റ്റമാണിപ്പം. ഞങ്ങളൊക്കെ കല്യാണം കഴിയുമ്പോൾ അങ്ങനൊന്നുമില്ല, അങ്ങ് പോവുമായിരുന്നു. എങ്ങനെ നിൽക്കണമെന്ന് വരെ പറഞ്ഞു കൊടുക്കുക. കുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ കാണുന്നവർ യേശുവിനെ പോലെന്ന് പറയും. പ്രൈസ് മോറ മസിയ കോറിയാതര മോറിയോസ് പ്രൗഡസ്. അതല്ലേ പണ്ടത്തെ പോലെ ഇപ്പം പ്രതികരിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്താ കാര്യം? രൂപാന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുക. നാം അറിയാതെ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നു. ആമേൻ. പണ്ട് ആമേൻ സംസാരിച്ചതുപോലെ ഇന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. അതേ മനുഷ്യനല്ലേ, അതേ വികാരങ്ങളല്ലേ, പക്ഷെ ഇന്ന് പറ്റുന്നില്ല. എന്താ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഇമോഷൻ വരെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമായി ഇമോഷന്റെ മേൽ വരെ വന്നു. ആമേൻ. ഇവിടെ നമ്മുടെ ഇമോഷൻ അല്ല, നമുക്കിപ്പം ദൈവത്തിന്റെ അതേ ഇമോഷൻ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആണ്ട് തിരിക്കുന്ന നടത്താട്ടെ. പാഴാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ശൂന്യമാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. നീ ഉപയോഗമുള്ളവനായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഉപയോഗമുള്ളവളായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധ ആമേൻ. ഈ അന്ത്യകാലത്തിന്റെ ആമേൻ അതിന്റെ സെക്കൻഡുകളിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ആമേൻ. അന്ത്യ ടൈമിലേക്കാണ് നമ്മൾ കടന്നെടുക്കുന്നത്. ഇവിടെ ആമേൻ തലമുറകൾ പ്രവചിക്കുന്ന സമയമായി. ഇവിടെ വൃദ്ധന്മാർ ആമേൻ സ്വപ്നങ്ങളെ കാണുന്ന സമയമാണ്. ആമേൻ. കരം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. തലമുറകൾ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരുപക്ഷെ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ ഇവൻ ശരിയാകത്തില്ലെന്നല്ല പറയേണ്ടത്. അവനെ നോക്കിയിട്ട് പറയണം, നീ പ്രവചിക്കുന്ന സമയമെടുത്തു, നീ പരിശുദ്ധാത്മാവിൽ ആമേൻ പ്രയോജനപ്പെടേണ്ട സമയമെടുത്തു. ആമേൻ. തിരുവെഴുത്ത് അങ്ങനെ പറയുന്നു, നിങ്ങളുടെ ആമേൻ ബാല്യക്കാര് ആമേൻ ആമേൻ ദർശനങ്ങളെ കാണും, നിങ്ങളുടെ ആമേൻ യൗവനക്കാർ പ്രവചിക്കും. ഓ പ്രായമാകുമ്പോ ആമേൻ മാതാപിതാക്കള് അവര് ചിലപ്പം അവർ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ സംസാരിക്കും. അപ്പൊ നിങ്ങൾ പറയണം എന്താണെന്നറിയോ? ആമേൻ, ഇതല്ല വെളിപ്പെടാൻ പോയി, അന്തരീക്ഷം തിരിയാൻ പോവുക. ആമേൻ. നീ ആമേൻ എൻ്റെ അല്ലെങ്കിൽ ഇന്ന ആള് അവർ സ്വപ്നങ്ങളെ കാണും. രാവിലെ എഴുന്നേറ്റ് പറയും, മോനെ ഇന്ന കാര്യം നടക്കാൻ പോകുക, ഇന്നതുപോലെ നടക്കാൻ പോകുക, ഇന്നലെ രാത്രി ഞാൻ എൻ്റെ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾക്കകത്തുണ്ടായി വരട്ടെ. ചില തലമുറകൾ പ്രവചിക്കുന്നവരായി എഴുന്നേറ്റ് വരും. ഇന്നലെ വരെ അവർ ലോകത്തിന്റെ കൂടെ നടന്നായിരിക്കാം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇതിനകത്ത് പ്രവചിക്കുന്ന തലമുറകള് ദൈവം എഴുന്നേൽപ്പിക്കും. ആമേൻ. ഈ പകൽ നമ്മൾ കേട്ടതുപോലെ എന്നാ അത് പെട്ടെന്ന് തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ശമന ഹദര പ്രൗഢസാദര. എന്നാ അത് സംഭവിക്കുന്നത്? തിരുവചനം പറയുന്നു, പെട്ടെന്ന് തന്നെ സംഭവിക്കും. ഇതുവരെ നിന്റെ തലമുറകൾ ലോകത്തോട് കൂടെ നടന്നതായിരിക്കാം കണ്ടത്, എന്നാൽ ഇനി നീ കാണാൻ പോകുന്നത് അവർ ആത്മാവിനോട് കൂടെ ചലിക്കുന്നവരാ. ഇന്ന് പകൽ, ഈ രാത്രി, ഈ ദൂത് ചില തലമുറകളുടെ മേൽ ആമേൻ പതിക്കുകയാ. മാതാവേ, നീ കരയുന്നത് മതിയാക്കോ. നിന്റെ തലമുറ പ്രവചിക്കാൻ പോകുകയോ. നീ ഇതുവരെ പ്രാർത്ഥിച്ചത് വെറുതെയല്ല, ഇതുവരെ ഉപവസിച്ചത് വെറുതെയല്ല. നിന്റെ തലമുറകൾ ദൈവത്താൽ പിടിക്കപ്പെടും. പഴയ നിയമകാലഘട്ടത്തിൽ ആമേൻ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ദൈവത്തിന്റെ കൂടെ നടന്നു. എന്നാൽ ഈ പുതിയ നിയമകാലഘട്ടത്തിൽ അവൻ ദൈവത്തിന്റെ കൂടെയല്ല നടക്കുന്നത്, അവൻ ഇമ്മാനുവേലായി അവൻ നമ്മോട് കൂടെ നടക്കുകയാ. അവൻ ഇമ്മാനുവേലായി